വിജനമായ പ്രദേശത്തെത്തുമ്പോ ഓ ജിന്നേ, ഓ ജിന്നേ, മരിച്ച ജിന്നല്ല, സ്ഥലത്തില്ലാത്ത ജിന്നല്ല, കേൾക്കാത്ത ജിന്നല്ല, നേരെ മറിച്ച് അവിടെയുള്ള ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നെ. ഇനി രണ്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി നടത്തിയ വ്യാഖ്യാനം അറിയാത്തവർ മുജാഹിദുകളുടെ കൂട്ടത്തിലുണ്ടോ? ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ പ്രയാസം വരുമ്പോ, അതല്ലേ രാത്രിയുടെ ഇരുളിൽ വെളിച്ചം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ ജിന്നെ വെളിച്ചം തരുമോ എന്ന് ചോദിക്കൽ. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അത് ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഇത് കല്ലിനും മരത്തിനും ബിംബത്തിനും വിഗ്രഹത്തിനും മാത്രം ബാധകമാണോ? അല്ല. സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീൻ കൽമലായികത്തി വൽജിൻ മിമ്മാ യഅഖിൽ കൽമലായികത്തി വൽജിന്നി വൽഅംബിയാഇ വശയാത്തീൻ. ഇത് ജിന്നിനും ബാധകാണ്, മലക്കിനും ബാധകാണ്, നബിക്കും ബാധകാണ്, ശൈത്താനും ബാധകാണ്. ഇങ്ങനെ എല്ലാവർക്കും ബാധകമാണ്. ആരോട് ഇസ്തിഗാസ നടത്തിയാലും അത് ശിർക്കാണ്.